നമ്മുടെ ചാനലിലൂടെ റമ്മി സർക്കിൾ, റമ്മി ടൈം, പ്ലേ ഷിപ്പ്, അതോടൊപ്പം തന്നെ ലുഡോ, ഈ 4 വീഡിയോകളാണ് മെയിനായിട്ട് വരുന്നത്. കഴിഞ്ഞ 2 വീഡിയോകൾ നമ്മൾ റമ്മി സർക്കിളിൻ്റെ വീഡിയോ ഇട്ടു. ഇത് റമ്മി ടൈം എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഇതിൽ നിന്ന് റമ്മി കളിക്കൽ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ വന്നു കഴിഞ്ഞാൽ പോയിൻ്റ് റമ്മി ഉണ്ട്, 101ൻ്റെ പൂൾ റമ്മി, 61ൻ്റെ പൂൾ റമ്മി, 201ൻ്റെ പൂൾ റമ്മി. നമ്മളിവിടെ 101ൻ്റെ പൂൾ റമ്മി 10 രൂപയ്ക്ക് ഇടാം. പ്രത്യേകം ശ്രദ്ധിക്കുക, റമ്മി കളിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിനായിരിക്കണം. പൈസ സമ്പാദിക്കണം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി കളിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ എമൗണ്ടിന് മാത്രം കളിക്കുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 10 രൂപയുടേതാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 10 രൂപയുടെ ഗെയിം ഇവിടെ ചാലുമായിട്ടുണ്ട്. 6 ആൾ വെച്ചിട്ടുള്ളതാണ് നമ്മൾ കളിക്കുന്നത്. ഒട്ടുമിക്ക ആളുകൾക്കും ഗെയിം കളിക്കാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി കളിക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ റമ്മി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഒറിജിനൽ റമ്മിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 1, 2, 3 അങ്ങനെ വരുന്ന അക്കങ്ങളാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഒരുപാട് പേർക്കറിയാം. ഇനി അഥവാ അറിയാത്ത പേരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. നമുക്ക് എങ്ങനെ റമ്മി കളിക്കാം ഓൺലൈനിൽ എന്നുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ നമുക്ക് 2 ജോക്കറുണ്ട്, റമ്മി ഇല്ല. അപ്പോൾ നമുക്ക് റമ്മി കിട്ടിയാൽ മാത്രം കളിക്കാം. കാരണം 101 പോയിൻറ്റിൻ്റെ കളിയാണ്. ഫുള്ള് കുടുങ്ങിയാൽ 80 കുടുങ്ങും, പിന്നെ നമുക്ക് പെട്ടെന്ന് ഔട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റമ്മി വന്നാൽ മാത്രം ഈ കളി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. 4 ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എടുത്ത് കളിക്കായിരുന്നു. 4 അല്ല 3 ആണ്, ഗ്ലാവർ 3 ആണ് വന്നിട്ടുള്ളത്. 4 ആണെങ്കിൽ നമുക്ക് റമ്മിയായി 3, 4, 5. അപ്പം നമ്മളത് ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ടേബിൾ നോക്കാം. ഒരാൾ അടിച്ചിട്ടുണ്ട്, കണ്ടാ, ഒരാൾ 24 പോയിൻ്റ്, 4 പോയിൻ്റ് എക്സ്ട്രാ കൊടുത്തു. ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ 20 പോയിൻ്റേ പോവുള്ളൂ. അപ്പോൾ സൂക്ഷിച്ച് കളിക്കുക. റമ്മി ഇല്ലെങ്കിൽ മാക്സിമം കളിക്കാതിരിക്കാൻ നോക്കാം. ഇതിൽ നമുക്ക് ജോക്കർ കൂടിയ റമ്മി വന്നിട്ടുണ്ട്. അത് കൂടാതെ 2 ജോക്കർ കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഈ കളി കളിക്കാം. അപ്പം നമുക്ക് ഈ ടേബിൾ നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലപ്പോൾ 2, 3 ജോക്കർ ഉണ്ടാവും. പക്ഷെ റമ്മിക്ക് നല്ല ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം 2, 3 ജോക്കറിൽ കളിക്കാൻ പാടുള്ളൂ, നമ്മുടെ ആത്മവിശ്വാസത്തിനനുസരിച്ച്. അല്ലെങ്കിൽ മാക്സിമം കളിക്കാതിരിക്കുക. ഈ ഗെയിം എന്തായാലും നമുക്കൊന്ന് കളിച്ച് നോക്കാം. കാരണം ജോക്കർ കൂടിയ റമ്മി ഉണ്ട്, 2 ജോക്കറും ഉണ്ട്. നമുക്ക് എടുത്തു വെച്ച് കളിക്കാം. 4th കാർഡ് സ്പീഡ് ക്യൂവിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വിട്ടു. ഒരു കാർഡ് വന്നാൽ നമുക്ക് ഗെയിം തീരും. ആസ് വേണ്ട, വീണ്ടും ആസ് വന്നു. ആസ് വേണ്ട, കൊടുക്കാം നമുക്ക്. മാക്സിമം കയ്യിലുള്ള പോയിൻ്റ് കുറച്ച് കളിക്കുക. 101ൻ്റെ കളിക്കാകുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് കളിക്കണം പോയിൻ്റൊക്കെ. കാർഡ് ശ്രദ്ധിക്കുക. നമ്മൾ വിടുന്ന കാർഡ് ഒക്കെ എവിടെയെങ്കിലൊക്കെ സൂട്ടബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വിടണമെങ്കിൽ. കാർഡ് ഒരൊറ്റ കാർഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. 2 റൗണ്ടായി. ടൈറ്റ് തരുന്നു, ടൈറ്റ്. ഗ്ലാവർ 9 നമുക്ക് വേണ്ട. ആ സ്പീഡ് 5 കിട്ടിയാൽ മതി, നമ്മൾ കളി കഴിയായിരുന്നു.
ഇത് വന്നു, അതും ടൈറ്റാണ് വന്ന്. ഇത് വന്നു, എല്ലാം 9 വരുന്നത്. അപ്പോൾ അവനടിച്ചു. അപ്പം നമുക്കിവിടെ 5, 4, 9 പോയിൻ്റ് ഉണ്ട്. മറ്റാൾക്ക് 8 പോയിൻ്റ് ഉള്ളൂ. ഈ കളിയിൽ നമുക്ക് 2 ജോക്കർ ഉണ്ട്. നല്ല കാർഡാണ്, ഒന്ന് ശ്രമിച്ച് നോക്കാം. നല്ല കാർഡായതുകൊണ്ടൊന്ന് ശ്രമിച്ച് നോക്കാം. നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. 2 ജോക്കറും ഉണ്ട്. വന്നു. ഇപ്പം നമുക്ക് എടുത്ത് കളിക്കാം. നമുക്ക് സ്പീഡ് ക്യൂ, ഡയമണ്ട് ക്യൂ ഇട്ടെടുക്കാം. നമ്മൾ ജോക്കർ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ചീട്ട് എപ്പോഴും കറക്റ്റാക്കി വെച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്യൂ വേണ്ട. അപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിതാ ഇവിടെ 4th കാർഡായ ഒരു ജോക്കർ വെച്ചു. 2, 3, 6 ഒക്കെ സെറ്റായിട്ടുണ്ട്. ഫിനിഷ് കൊടുത്തു. ഓക്കെ, ഈ കളി നമ്മൾ അടിച്ചിട്ടുണ്ട്. 3 ആൾ കളിച്ചിട്ടുണ്ട്. എത്ര പോയിൻ്റായി നമുക്ക് നോക്കാം. ഒരാൾ ഫുള്ള് 63, അയാൾ ഔട്ട് ഉണ്ടാവും. ഒറ്റ ജോക്കറിൽ ഒറ്റ റമ്മിയിലാണ് കളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാരണവശാലും കളിക്കരുത്. 2 ആൾ പെനാൽറ്റി കുടുങ്ങിയിട്ടുണ്ട്. ഒരാൾ 36, ഒരാൾ 23. ഒരു കാരണവശാലും ഇത്തരം കാർഡുകൾ കളിക്കാതിരിക്കുക. കാരണം ഒറ്റ റമ്മിയിൽ പൂൾ റമ്മി 101 കളിക്കരുത്. നമുക്കിതിൽ ഫുൾ ജോക്കറാണല്ലോ. 4, 5 ജോക്കർ, 4 ജോക്കർ ഉണ്ട്. നോക്കാം, ഇത് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇത് വന്നു 5. ആസ് കൊടുക്കാൻ നമുക്കുണ്ടായിരുന്നു. ഫുള്ള് കുടുങ്ങി കട്ടപ്പോകാം. കാരണം നമ്മൾ ജോക്കറിലാണ് കളിച്ചിട്ടുള്ളത്. 4 ജോക്കറിലാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തരം കാർഡൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് കളിക്കണം. നമുക്ക് റമ്മി ചാൻസ് കൂടുതലുണ്ടോ എന്ന് നോക്കി വേണം കളിക്കാനായിട്ട്. അല്ലെങ്കിൽ ഫുള്ള് കൊടുക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ ഒക്കെ വലിയ കാർഡായതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. കാരണം ഫുള്ള് കുട്ടിയെ പെട്ടെന്ന് ഔട്ടാവും. ഏഴ്, 8, 7 വിടാം. ഡേറ്റ് വിട്ടെടുത്ത് മാക്സിമം കളിക്കാൻ നോക്ക്. നമ്മളിപ്പോൾ വിട്ട 8-7 അടിച്ചാ 4. നമുക്ക് 6 ടൈറ്റ് തന്നെ കൊടുക്കാം. മാക്സിമം ടൈറ്റ് തന്നെ കൊടുത്ത് കളിക്കാൻ നോക്കാം. 5. അപ്പം നമുക്ക് സ്പീഡ് 6 കൊടുക്കാം. സ്പീഡ് 6 എടുത്ത്. അപ്പം അവൻ നമ്മളെ വട്ടനാക്കി. നമ്മൾ ഫുള്ള് കുടുങ്ങി. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പക്ഷെ ഇത് നല്ല കാർഡായിരുന്നു. പക്ഷെ നമുക്ക് ലക്കില്ല. അതുകൊണ്ട് കാരണം നമുക്ക് 2, 4 ജോക്കറുണ്ട്. ഒക്കെ ചാൻസ് തന്നെയാണ്. പക്ഷെ ഫുള്ള് കുടുങ്ങി. എന്ത് ചെയ്യാൻ നോക്കാം. നിന്നിട്ടുണ്ട് നമ്മൾ 97 പോയിന്റിൽ. പക്ഷെ അവന് 2 ജോക്കറുള്ളൂ. 2 റമ്മിയൊക്കെ ഉണ്ട്. സെറ്റപ്പാണ് ഫുള്ള്. ഇതിൽ നമുക്കൊന്നുമില്ല. ഇതിൽ നമ്മൾ ഔട്ടാവാൻ സാധ്യത കൂടുതലാണ്.
നമുക്ക് കളിച്ചു നോക്കാം. എന്തായാലും ഡ്രോപ്പൊന്നുമില്ല നമുക്ക്, അപ്പോൾ അതുകൊണ്ട് കളിച്ചു നോക്കാം. ഇനി റീജോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഇതിലൊക്കെ ആണെങ്കിൽ റീജോയിൻ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, മാക്സിമം നമുക്ക് പിടിക്കാൻ നോക്കാം. 5 കൊടുക്കാം, കാരണം 8 ഇവിടെ 2 ഉണ്ട്, 9 2 ഉണ്ട്. കട്ട ചാൻസ് ഒക്കെ നമ്മൾ മാക്സിമം നോക്കിയിട്ട് വേണം കളിക്കാനായിട്ട്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ കളി കണ്ടില്ലേ, 4 ജോക്കറും നല്ല വലിയ ചാൻസും ആയിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല, റമ്മി കിട്ടിയില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഔട്ടായി. അപ്പോൾ അതാണ് പറയുന്നത്, എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് വേണം കളിക്കാനായിട്ട്. ഏത് സമയത്താണ് പണി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും സ്പീഡാസ് കൊടുക്കാം. 4 3 ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ റമ്മി കിട്ടിക്കഴിഞ്ഞാൽ കാർഡൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുള്ളൂ. ഒരു ജോക്കർ റമ്മിയും കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് നിൽക്കാൻ പറ്റും. 97 പോയിൻ്റ് ഉണ്ട്, അപ്പോൾ പിന്നെ നിൽക്കാൻ സാധ്യത കുറവാണ്. 3 പോയിൻ്റ് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. നമുക്കിത് എടുത്ത് വെച്ച് കളിക്കാം, അതാണ് ഒന്നും കൂടി ബെറ്ററായി തോന്നുന്നത്. നമ്മൾ ഈ കളി കളിക്കാം, പോയാൽ പോയി, കിട്ടിയേ കിട്ടി. കാരണം നമുക്ക് റമ്മിയും ഇല്ല, ജോക്കറും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ 2 കാർഡ് കിട്ടിയാൽ നമ്മൾ നിൽക്കണം അല്ലെങ്കിൽ അടിക്കണം, ആ ഒരു കളി കളിക്കാം. സാധ്യത വളരെ കുറവാണ്, കാരണം 4 ജോക്കറും ഒരുപാട് ചാൻസ് ഉണ്ടായിട്ട് കഴിഞ്ഞ കളി നമ്മൾ നഷ്ടപ്പെട്ട്. ഇത് 84 അടിക്കുകയാണെങ്കിൽ നമുക്ക് റീജോയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം അയാൾ കമ്പലായല്ലോ. വേറെ ആരൊക്കെ അടിക്കുകയാണെങ്കിൽ 84 ഔട്ടാവുകയാണെങ്കിൽ നമുക്ക് റീജോയിൻസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. 7 വന്നിട്ടുണ്ട്. നമുക്ക് ഈ 8 കൊടുക്കാം, കാരണം 6ൻ്റെ കൂടെ 7 വന്നു കഴിഞ്ഞാൽ കാര്യമില്ല. 7 ജോക്കറല്ലേ, 2 കാർഡ് കിട്ടിയാൽ നമ്മൾ അടിച്ചു. എട്ട് നമ്മുടെ കാർഡാണ്. അവനടിച്ചു. അപ്പോൾ സുരേഷ് ഔട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ല, സുരേഷ് 7 പോയിന്റിൽ നിന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് റമ്മി കളി. വളരെ ശ്രദ്ധപൂർവ്വം കളിക്കണം. റമ്മി ഇല്ല എങ്കിൽ മാക്സിമം 101ൻ്റെ കളിയൊക്കെ ഒഴിവാക്കെ. എന്തായാലും നമുക്ക് 10ൻ്റെ കളി ഒന്നുകൂടി ട്രൈ ചെയ്യാം. അപ്പോൾ റമ്മി കളി അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് 2 ജോക്കറുണ്ട്, നല്ല ചാൻസാണ്. എന്തായാലും നമ്മൾ ഈ കളി ഒന്ന് ട്രൈ ചെയ്യാം. എന്തായാലും ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 2 ആൾ ഡ്രോപ്പ് ആക്കിയിട്ടുണ്ട്. 2 ജോക്കർ നമുക്ക് നിലവിലുണ്ടല്ലോ, അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് കളിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ നമ്മളിത് കളിച്ചു. ആസ് 2 വിട്ടെടുത്തു. 10, 2 ജോക്കറുണ്ട്, 2 ക്യൂ ഉണ്ട്, ഒക്കെ സെറ്റപ്പാണ് നമുക്ക്. കുഴപ്പമില്ല, പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ പോയിൻ്റ് കൂടുതലുണ്ട്, 20 പോയിൻ്റ് കൂടുതലുണ്ട്, 40 പോയിൻ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് മാക്സിമം നോക്കാം. അവനൊക്കെ ഡബിൾ 10 ഉണ്ടെങ്കിൽ വിട്ട് തരും. അപ്പം നമുക്ക് കട്ടയായി. ഇത്ര വേഗം അടിച്ചു, 40 പോയിൻ്റായി. വളരെ പെട്ടെന്നാണ് അടി കഴിഞ്ഞ്. കണ്ട, അതാണ് അവസ്ഥകൾ. നോക്കിയിട്ട് കാര്യമില്ല.
നമ്മളെ തന്ന് കളിപ്പിച്ചു. എന്തായാലും നോക്കാം. ഒരാൾ ഫുള്ള് കുടുങ്ങി. 3 ജോക്കറിൽ കണ്ട 3 ജോക്കറിലാണ് കളിച്ചിട്ടുള്ളത്. പുള്ളി ഫുള്ള് കുടുങ്ങി. എന്തായാലും നമ്മൾ ഇതും ഒന്ന് ട്രൈ ചെയ്യാം. 2 ജോക്കറുണ്ട്. നമുക്ക് ഓൾറെഡി ഒരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ട്. ആ പെനാൽറ്റി നമ്മൾ തരണം ചെയ്യണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതും കൂടി ഒന്ന് കളിച്ചു നോക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ശ്രദ്ധിക്കുക, റമ്മി കളി ഒരിക്കലും പണം സമ്പാദിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കളിക്കരുത്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്, ജോലികളുടെ ഇടവേളകളിലൊക്കെ മാക്സിമം കളിക്കാൻ നോക്കുക. ജോലിക്കിടയിലൊന്നും കളിക്കാതിരിക്കുക. ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിൽ ഈ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം നമുക്കിവിടെ ആഡിയൻ ക്യൂ വിട്ടുകൊടുക്കാം. കാരണം ആസ് ഉണ്ടെങ്കിൽ നമുക്ക് തള്ളിത്തരും. അപ്പം നമുക്കതൊരു മുതൽക്കൂട്ടാവും. അവനക്കുള്ള ടൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആസ് 2 ഉണ്ടെങ്കിൽ നമുക്ക് 2 ആസ് ആവശ്യമുണ്ട് ആഡിയൻ്റെ. നോക്കാം. നമുക്ക് 40 പോയിൻ്റ് ഫസ്റ്റ് ഗെയിമിൽ നമ്മൾ കൊടുത്ത്. രണ്ടാമത്തെ ഗെയിം നോക്കാം. അവനെടുത്തു. നമുക്ക് അവനക്ക് ടൈറ്റ് തന്നെ കൊടുത്തു. അവൻ 2 എടുത്തു. ഇവൻ എന്ത് കൊടുക്കലാണ് കൊടുക്കുന്നത്? നോക്കി കൊടുക്കണ്ട. അവനിക്കുള്ള ടൈറ്റ് നമ്മളെ കയ്യിലുണ്ട്. ഇതിൽ നമ്മൾ ഫുള്ളാവാൻ സാധ്യതയുണ്ട്. ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവും. ഇവൻ എന്ത് പൊട്ടനാ? ആദ്യം 10 എടുത്തു, പിന്നെ ആദ്യം 7 എടുത്തു. വല്ലാത്തൊരു മന്ദബുദ്ധി. അത് നമ്മുടെ കാർഡാണ്. ഇതാ വന്നു. അതും നമ്മുടെ കാർഡാണ്. എനിക്ക് 7 കൊടുക്കാം. ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഒരു കാർഡ് കിട്ടിയാൽ നമ്മൾ അടിക്കും. നാലാണെങ്കിൽ ഒരു കൈ നോക്കുകമായിരുന്നു. എന്തായാലും നമുക്ക് ഡയമണ്ട് ആസ് കൊടുക്കാം. ടൈറ്റാണ്. 6 ഇപ്പം നമുക്ക് ഓൾറെഡി 3 ഉണ്ട്. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ആസ് അവർക്ക് ടൈറ്റാണ്. പോയിൻറ്റും കുറയും. പിന്നെ സ്പീഡ് ആസും ഗ്ലാവർ ആസും കൊടുക്കാത്തത് 2, 3, 4 അങ്ങനെ നമുക്ക് ചാൻസാണ്. 4 ജോക്കറാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ 6 കൊടുക്കാം. ജോക്കർ എപ്പോഴും ശ്രദ്ധിക്കണം. ജോക്കർ അറിയാതെ വീണ്ടും നമ്മൾ വിട്ടുകൊടുക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ ജോക്കർ ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കണ്ടില്ലേ. 3 ജോക്കർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഗെയിമിൻ്റെ രീതി അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ ഫുള്ള് ഒടുങ്ങി. ഇത് ഔട്ടായിട്ടില്ല. 52 പോയിൻറ്റിൽ നിന്നു. ഇതാണ് ഈ കളി. നമുക്കിതിൽ ജോക്കറും ഇല്ല, റമ്മിയും ഇല്ല, ഒന്നുമില്ല. ഇത് നമ്മൾ ഫുള്ള് കൊടുക്കാൻ സാധ്യതയാണ്. അപ്പോൾ എന്തായാലും ഇതോടുകൂടി നമ്മൾ ഗെയിം അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ കളി നമ്മൾ ഔട്ടാവും. അപ്പോൾ അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത്ത് നീട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കിടിലൻ ഗെയിമുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ മാക്സിമം കാണുക, ലൈക്ക് ഒന്ന് അടിക്കുക, കാണുന്ന കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കിടിലൻ വീഡിയോകളുമായി വീണ്ടും കാണാം. നമ്മൾ ഈ കളി കളിക്കുന്നില്ല.